കൗൺസിൽ പ്രസിഡന്റിന്റെ താൽപര്യം മാത്രം മുൻനിർത്തിയാണ് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ ക്ലാസുകൾ നടത്തുന്നു എന്ന് നവമാധ്യമങ്ങളിലൂടെ കുറച്ച് ആൾക്കാർ പ്രചരണം നടത്തുന്നുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്? ഇത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ടുവരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 വർഷത്തിനുള്ളിൽ 2 ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഹെൽത്ത് സെക്രട്ടറി ഓർഡർ പുറപ്പെടുവിച്ചതാണ് കേരളത്തിൽ. പക്ഷേ ഇവിടെ നടപ്പായില്ല. ഇപ്പോഴാണ് നമ്മൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അന്ന് ജനറൽ കൗൺസിലിൽ ഇന്ന് എതിർക്കുന്ന ഈ കുറച്ച്, അതായത് 1-2 പേരാണ് മെമ്പർമാർ. അന്ന് ജനറൽ കൗൺസിലില്ലായിരുന്നു. അന്ന് അവർ എന്തെങ്കിലും എതിർപ്പുകൾ ജനറൽ കൗൺസിലിൽ ഉന്നയിച്ചിരുന്നോ? സംസ്ഥാന ഫാർമസി കൗൺസിലിൻ്റെ 2025 ഡിസംബർ 23 ചേർന്ന 95ാമത് ജനറൽ കൗൺസിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ജനറൽ കൗൺസിൽ നമ്മുടെ കൗൺസിൽ മെമ്പർമാരൊക്കെ തന്നെ എക്സ് ഒഫീഷ്യോ മെമ്പർമാരടക്കം മുഴുവൻ മെമ്പർമാരും പങ്കെടുത്ത് അതിൽ ഏകകണ്ഠമായി തീരുമാനിച്ചതാണ്. അതിലൊരാൾ പോലും എതിർപ്പ് പ്രകടിപ്പിക്കുകയോ അല്ലേ ഇതെങ്ങനെ നമ്മൾ ഇത്രയും പേർക്ക് ക്ലാസ് കൊടുത്ത് തീരും എന്നൊന്നും ആരും ആലോചിച്ചിട്ടില്ല. ഇത് ഒരു ബാച്ചിൽ 100 നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി 23 ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അത് കുറച്ച് വർദ്ധിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം വെക്കണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 200, 300, 500 പേരെ പങ്കെടുപ്പിച്ച് ക്ലാസ് സംഘടിപ്പിക്കാം. അങ്ങനെ വരുമ്പം ഈ 2 വർഷം വരുന്ന 2027 ഡിസംബർ ആകുമ്പോഴത്തേക്ക് മുഴുവൻ ജില്ലകളിലും ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ക്ലാസ് സംഘടിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. സർ, ഇപ്പോൾ നവമാധ്യമങ്ങളുടെ ഒരു പ്രചരണം വരുന്നുണ്ട്. അതായത് അവരുടെ ഒരു സമരം നടത്തിയതിന് ശേഷം കൗൺസിലിലെ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന്. അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ നിർത്തിവെച്ചിട്ടുണ്ടോ? സംസ്ഥാനത്തെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾക്ക് സംസ്ഥാന ഫാർമസി കൗൺസിൽ സംഘടിപ്പിച്ചു വരുന്ന തുടർ വിദ്യാഭ്യാസ പരിപാടി നിർത്തിവെച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. താൽക്കാലികമായി ഇലക്ഷൻ അവസാനിക്കുന്നത് വരെ മാത്രമാണ് ക്ലാസുകൾ നിർത്തിവെച്ചിട്ടുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നതാണ്. ഓരോ ജില്ലയിലും ഏത് സെൻ്ററാണെന്നുള്ളത് നമ്മുടെ കൗൺസിലിൻ്റെ വെബ്സൈറ്റിലും മറ്റ് നവമാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ അറിയിപ്പ് നൽകുന്നതാണ്. അതിനനുസരിച്ച് അതത് ജില്ലകളിലെ ഫാർമസിസ്റ്റുമാർ ഫീസ് അടച്ചുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ സെൻറ്ററിൽ വന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ്.